ലോസ് ഏഞ്ചൽസിലെ കോടതി ചുമത്തിയ 9 സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും കുറ്റം സമ്മതിച്ച് US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് ഡെലവെയറിൽ വിചാരണ നടന്നിരുന്നു. അന്ന് കുടുംബത്തിന് നേരിടേണ്ടി വന്ന വേദനയും നാണക്കേടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് കുറ്റസമ്മതമെന്നാണ് പ്രാഥമിക വിവരം. 5 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹണ്ടർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഹണ്ടർ ബൈഡൻ കടുത്ത മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്നുവെന്നും വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള കൺസൾട്ടിംഗ് ജോലി നേടുന്നതിനും പണം സമ്പാദിക്കുന്നതിനും കുടുംബപ്പേരുപയോഗിച്ചതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ കുറ്റസമ്മതം നടത്തിയതോടെ ജയിൽ ശിക്ഷ കൂടി നേരിടേണ്ടി വരുമെന്ന് കരുതുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കുറ്റസമ്മതത്തിന് ശേഷം 17 വർഷം വരെ തടവോ $1.3 ദശലക്ഷം വരെ പിഴയോ ലഭിച്ചേക്കാം. കൂടാതെ തോക്ക് വാങ്ങുന്നതിനായുള്ള അപേക്ഷയിൽ വ്യാജ വിവരങ്ങൾ നൽകിയതിന് 25 വർഷത്തെ തടവും അനുഭവിക്കേണ്ടി വരും. ഹണ്ടർ ബൈഡൻ പിതാവിൽ നിന്ന് യാതൊരു സഹകരണവും പ്രതീക്ഷിക്കുന്നില്ല. തന്റെ കുറ്റാരോപണങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും ഹണ്ടർ കോടതിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവന വായിക്കുകയായിരുന്നു. പ്രസിഡന്റ് ബൈഡന് തന്റെ മകന് മാപ്പ് നൽകില്ല. അതിൽ പറയുന്നു, ഡെലവേറയിലെ തന്റെ മുൻ വിചാരണ കുടുംബത്തിന് എത്രമാത്രം വേദനയുണ്ടാക്കുമെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും അവരെ വീണ്ടും അതിലൂടെ നയിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഹണ്ടർ ബൈഡൻ പറഞ്ഞു. ഒരു വ്യക്തിക്ക് നൽകുന്ന പരിഗണന തനിക്ക് പ്രോസിക്യൂഷന്മാരിൽ നിന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. ഹണ്ടർ ബൈഡന്റെ കുറ്റസമ്മതത്തിനു മുൻപ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അൽഫോർഡ് അപേക്ഷ എന്ന മറ്റൊരു സമീപനം പരീക്ഷിച്ചു. ഇതിനർത്ഥം തന്നെ കുറ്റക്കാരനാക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കും. പക്ഷേ താൻ നിരപരാധിയാണെന്ന് ഇപ്പോഴും പറയുന്നു. എന്നാൽ ഇത് നടക്കാതെ വന്നതോടെയാണ് കുറ്റസമ്മതം നടത്തിയത്. കുറ്റം പൂർണ്ണമായി സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു കരാറിനും അവർ സമ്മതിക്കില്ലെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞതോടെയാണ് ഹണ്ടർ ബൈഡന്റെ അഭിഭാഷകൻ അവരുടെ സമീപനം മാറ്റാൻ തീരുമാനിച്ചത്. കേസിലുടനീളം റിപ്പബ്ലിക്കന്മാർ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന ലഭിച്ചതായി ആരോപിച്ചു. അതേസമയം മുൻ കരാർ പരാജയപ്പെട്ടതിനു ശേഷം വീണ്ടും മറ്റൊരു കുറ്റം ചുമത്തിയപ്പോൾ പ്രോസിക്യൂട്ടർമാർ വളരെ പരുഷമായി പെരുമാറുകയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്തുവെന്ന് അദ്ദേഹത്തിന്റെ പ്രതിഭാഗം അഭിഭാഷകർ പറഞ്ഞു.